ഹായ് എവറിബഡി. ഫസ്റ്റ് സെം ബി കോമുകാരുടെ നവംബർ 2023 പ്രോസ് ഫോംസ് ഇൻ ഹിന്ദി ലിറ്ററേച്ചർ എന്ന കോഡുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ ആൻസേഴ്സാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ 2 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം പരിചയപ്പെടാൻ പോകുന്നത്. 25 മാർക്സ് ആണ് സീലിംഗ് ഉള്ളത് ഇതിൽ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗംഗാ മയ്യ കിസ് വിധാ കി രചന ഹെ, ഇസ്കെ രചനാക്കാർ കോൻ ഹെ. ഗംഗാ മയ്യ എങ്ങനത്തെ രചനയാണ്, ഇതിൻ്റെ രചനാക്കാർ അതായത് ലേഖക്കാരാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ गंगा मैया एक ललित निबंध है, इसके रचनाकार हिंदी साहित्य जगत के मशहूर लेखक काका कालेलकर जी है എന്ന് എഴുതണം. അപ്പോൾ ഗംഗാമയ്യ ഒരു നിബന്ധമാണ്, കാക്ക കാലേൽക്കർ ജിയാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്നാണ് ആ വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. പ്രയാഗ് സെ ഗംഗ അലഗ് രൂപ് ധാരൺ കർ ലേത്തി ഹെ ക്യോं. പ്രയാഗ് മുതൽക്ക് ഗംഗ വേറൊരു ടൈപ്പിലാണ് ഒഴുകുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് പ്രയാഗ് മേ ഗംഗാ നദി യമുന സെ മിൽനെ पर यमुना के जल के प्रवाह के कारण स्वरूप बदल जाती है और ഗംഗ കുൽവധു ജെസി ബൻ ജാത്തി ഹെ. പ്രയാഗിൽ ഗംഗാ നദി യമുനയായിട്ട് മീറ്റ് ചെയ്യാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് യമുനയുടെ വെള്ളവും ഗംഗയിൽ മിക്സ് ആവുന്നത് കൊണ്ട് അതിൻ്റെ ഫ്ലോ തന്നെ വ്യത്യസ്തമാവുകയാണ് എന്നാണ് പറയുന്നത്. ഗംഗ ഇതിന് ശേഷം കുൽവധു ആയിട്ടാണ് കാണപ്പെടുന്നത് എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഋഷികേഷ് മുഖർജി കാ പരിചയതേ. ഋഷികേഷ് മുഖർജി ആരായിരുന്നു എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ ഇതിനായിട്ട് ആൻസർ ചെയ്തേണ്ടത് ഋഷികേഷ് മുഖർജി ഹിന്ദി സിനിമാ ജഗത് के സുപ്രസിദ്ധ നിർമ്മാത एवं निर्देशक थे. ഋഷികേഷ് മുഖർജി ഹിന്ദി ബോളിവുഡ് സിനിമയിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു പ്രൊഡ്യൂസറും ഡയറക്ടറും ആയിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. സംസ്മരൺ കി വിശേഷത ക്യാ ഹെ. സംസ്മരൺ എന്ന് വെച്ചാൽ എന്താണ് എന്നാണ് ചോദ്യം. സ്മൃതി के आधार पर किसी विषय या व्यक्ति के संबंध में लिखित लेख को संस्मरण कहते हैं. അതായത് നമ്മൾക്ക് ഓർമ്മയുള്ള മെമ്മറീസിനെ ആധാരമാക്കി നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിനെയോ ആളിനെയോ ഓർക്കുക, നമ്മുടെ റൈറ്റിങ്ങിലൂടെ ഓർക്കുന്നതിനെയാണ് സംസ്മരൺ എന്ന് പറയുന്നത് എന്നാണ് ആ ആൻസറിൻ്റെ അർത്ഥം വരുന്നത്. ബിഗ്ഡേൽ ബച്ചേ കി ലേഖിക അപ്നി ബേട്ടി കി ഷാദി കെ ബാദ് ഭി ചിന്തിത് ഹെ ക്യോं. അതായത് ബിഗ്ഡേൽ ബച്ചയിലെ ലേഖിക അവരുടെ മകളുടെ കല്യാണത്തിന് ശേഷവും വളരെ വറീഡാണ് അവരുടെ മകളെ കുറിച്ചിട്ട്. അതെന്തുകൊണ്ടാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് लेखिका की बेटी पढ़ना चाहती थी लेकिन उसकी शादी करा दी गई. वह आर्थिक रूप से परतंत्र है और अपने पति पर हमेशा निर्भर है. അതായത് ലേഖികയുടെ മകള് പഠിക്കാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ അവളെ കല്യാണം കഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് അല്ല, എപ്പോഴും ഭർത്താവിൻ്റെ മേലെ ഡിപ്പെൻഡൻ്റ് ആണ് ഇവരുടെ മകൾ. അത് കാരണം കൊണ്ടാണ് ലേഖിക എപ്പോഴും വറീഡായിട്ട് ഇരിക്കുന്നത് ആ മകളെ കുറിച്ചിട്ട് ഓർത്തിട്ട് എന്നാണ് ആ വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അൽവാർ സ്റ്റേഷൻ പർ ഘായൽ പടി മഹിളാക്കോ സേവ കോൻ കോൻ കർത്തേ ഹെ. അതായത് അൽവാർ സ്റ്റേഷനിൽ മുറിപ്പെട്ടിരിക്കുന്ന ഇഞ്ചേർഡായിരിക്കുന്ന ആ മഹിളയെ ആരൊക്കെയാണ് സഹായിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് അൽവാർ സ്റ്റേഷൻ പർ ഘായൽ പടി ലേഖിക की मदद 3 युवा पीढ़ी के यात्री लीजा, रॉजർ और उसका भाई कीत करते हैं जिन्हें लेखिका बिगडेल बच्चे समझ रही थी. അതായത് അൽവാർ സ്റ്റേഷനിൽ ഇഞ്ചേർഡായിട്ട് കിടക്കുന്ന ലേഖികയെ ആരാണ് സഹായിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ ഒപ്പം യാത്ര ചെയ്തിരുന്ന ന്യൂ ജനറേഷനിലെ 3 ആൾക്കാരാണ്. ലീസയും റോജറും അവരുടെ അനിയൻ കീത്തുമാണ്. ലേഖിക പുതിയ ജനറേഷനിൽ വഷളായിട്ടുള്ള കുട്ടികളാണ് എന്നാണ് വിചാരിച്ചിരുന്നത് എന്നാണ് ആ വാക്യങ്ങളുടെ അർത്ഥം വരുന്നത്. परंपरागत सौंदर्य शास्त्र में रूप सौंदर्य से अधिक भाव सौंदर्य पर जोर रहता है. आज इसमें क्या परिवर्तन आ गया है. അതായത് പണ്ട് കാലത്ത് രൂപസൗന്ദര്യത്തിനല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്, ഭാവസൗന്ദര്യത്തിനായിരുന്നു. ഇന്ന് ആ ഒരു ആറ്റിറ്റ്യൂഡിൽ എന്ത് മാറ്റമാണ് വന്നിരിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് നയ സൗന്ദര്യ ശാസ്ത്രനെ ദേഹക്കെ സൗന്ദര്യക്കോ ഹി ഏക് മാത്ര സൗന്ദര്യ സിദ്ധ കിയാ ഹെ. അതായത് ശരീരത്തിൻ്റെ സൗന്ദര്യം മാത്രമാണ് സൗന്ദര്യം എന്നാണ് പുതിയ രീതിയിലുള്ള സൗന്ദര്യശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് ഒരു ആറ്റിറ്റ്യൂഡ് വരുന്നത് എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ സ്ത്രീ കാ അസ്തിത്വ സിർഫ് ഏക് ത്വച ബൻകർ ഹെ ഗയ. സ്ത്രീ സ്കിന്ന് മാത്രമായിട്ട് മാറിയിരിക്കുന്നു, അല്ലാതെ സ്ത്രീക്ക് ശരിക്കും ഒരു അസ്തിത്വം ഉണ്ടെന്നോ അല്ലെങ്കിൽ അതിൻ്റെ സൗന്ദര്യത്തിൻ്റെ പിറകിൽ എന്തെങ്കിലും ഉണ്ട് എന്നൊരു ചിന്തയെ ഇന്നത്തെ കാലത്ത് സൗന്ദര്യശാസ്ത്രത്തിൽ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. एटामते क्वेश्चन നോക്കൂ. पहले विज्ञापनों में नेत्रों, गालों और बालों पर जोर दिया जाता था. अब विज्ञापन त्वचा पर अधिक केंद्रित है क्यों. അതായത് മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ആഡുകളിൽ കണ്ണുകളിൽ, ചീക്സ് അല്ലെങ്കിൽ മുടി അതിലൊക്കെയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ആഡുകൾ ഫുള്ളും സ്കിന്നായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ വൈറ്റ് ആണോ ബ്ലാക്ക് ആണോ എന്ന രീതിയിലുള്ള ബന്ധപ്പെടുത്തിയിരിക്കുന്ന രീതിയിലുള്ള ആഡുകളാണ് ഇന്നത്തെ കാലത്ത് കൂടുതലായിട്ട് ഉള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. പ്രസാധൻ സാമഗ്രി और विज्ञापन ने
मिलकर समाज में സ്ത്രീ സൗന്ദര്യ को एक नया मानक സ്ഥാപിത് कर दिया है. അതായത് സ്ത്രീ സൗന്ദര്യത്തിന് പ്രസാധന സാമഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്മെറ്റിക്സ് ആണ്, അതുപോലെ വിജ്ഞാപനം എന്ന് വെച്ചാൽ ആഡാണ്. ഇത് രണ്ടും കൂടിയിട്ട് സ്ത്രീ സൗന്ദര്യത്തിന് ഒരു ബെഞ്ച് മാർക്ക് എന്ന രീതിയിൽ ആക്കിയിരിക്കുകയാണ്. അതായത് ആ ബെഞ്ച് മാർക്കാണ് അത് ത്വച്ച മാത്രമായിട്ട്, അതായത് സ്കിന്ന് മാത്രമായിട്ട്, സ്ത്രീക്ക് വേറൊരു അസ്തിത്വവുമില്ല, ത്വച്ച അല്ലെങ്കിൽ സ്കിൻ മാത്രമായിട്ട് മാറിയിരിക്കുകയാണ് ഇന്നത്തെ കാലത്തെ സ്ത്രീ എന്നാണ് ആ വാക്യത്തിലെ അർത്ഥം വരുന്നത്. 9ാമത്തെ നോക്കൂ, ലേഖക് കെ ബച്പൻ മേ റസിയ സെ പരിചയ് കേസെ ഹോ ഗയാ ഥാ. ലേഖക് എങ്ങനെയാണ് ചെറുപ്പത്തിൽ റസിയെ കണ്ടത്, പരിചയം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലേഖക് കെ ബച്പൻ മേ റസിയ ഉൻകെ മൗസി കെ ഘർ പർ ചൂടി ബേച്ചനെ കെ ലിയെ അപ്നി മാ കെ സാത്ത് ആയാ കർത്തി ഥി. ലേഖക് ചെറുതായിരിക്കുമ്പോൾ റസിയ അവരുടെ അമ്മയോടൊപ്പം വള വിൽക്കാനായിട്ട് ലേഖക്കിൻ്റെ മൗസിയുടെ വീട്ടിൽ, അതായത് ചെറിയമ്മയുടെ വീട്ടിൽ വരുമായിരുന്നു. അങ്ങനെയാണ് അവർ പരിചയപ്പെട്ടിരിക്കുന്നത് എന്നാണ് ആ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ചിത്ര മുദ്ഗൽ ജീനെ അപ്നി രചനാവുമേ കിൻ കിൻ സമസ്യാവും കൂട്ടായാ ഹെ. അതായത് ചിത്ര മുദ്ഗൽ ജി ഏതൊക്കെ പ്രോബ്ലംസ് ആണ് അവരുടെ രചനകളിലൂടെ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്തേണ്ടത് ചിത്ര മുദ്ഗൽ ജീനെ അപ്നി രചനാവുമേ സ്ത്രീ, ദലിത് ഏവം ശോഷിത് വർഗ്ഗക്കോ വിശേഷ സ്ഥാൻ ദിയാ ഹെ. അതായത് ചിത്ര മുദ്ഗൽ ജി അവരുടെ റൈറ്റിങ്സിൽ അല്ലെങ്കിൽ അവരുടെ ലേഖനങ്ങളിൽ സ്ത്രീക്കും ദളിത വർഗ്ഗത്തിൽപ്പെട്ടവർക്കും എക്സ്പ്ലോയിറ്റഡ് ആയിട്ടുള്ള ശോഷിച്ച വർഗ്ഗമായിട്ടുള്ള ആൾക്കാർക്കും ഒരു പ്രത്യേക സ്ഥാനമാണ് കൊടുക്കുന്നത്. ഇസ് രചന में उन्होंने जातिगत भेदभाव छुआछूत की समस्या को उभार कर दिखाया है. ഈ രചനയിൽ അവർ കാസ്റ്റ് ഡിസ്ക്രിമിനേഷനാണ് കൂടുതലായിട്ട് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ അൺടച്ചബിലിറ്റി എന്നൊരു പ്രോബ്ലവും നമ്മുടെ സമൂഹത്തിൽ നല്ലോണം ഉണ്ട് എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് മാത്രമാണ് അവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അടുത്ത വീഡിയോകളിൽ എന്ത് കണ്ടൻറ്റാണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.